9200 റേഞ്ച് വരെ മാർക്കറ്റ് ഓൾറെഡി വന്നു. അവിടുത്തെ ലിക്വിഡിറ്റി സ്വീപ്പ് ചെയ്തതിന് ശേഷം മാർക്കറ്റ് ചെറിയൊരു പുൾ ബാക്ക് തന്നിട്ടുണ്ട്. പക്ഷേ അതിനകത്ത് മാർക്കറ്റ് മുകളിലേക്ക് പോകുന്നല്ല, ജസ്റ്റ് മാർക്കറ്റ് എന്ത് ചെയ്യുന്നു, ഒരു പുൾ ബാക്ക് തരുന്നു. ശേഷം മാർക്കറ്റ് നമ്മളിതാ ഈ രണ്ട് ലിക്വിഡിറ്റി സോണാണ് ഓൾറെഡി മാർക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത്, ഏകദേശം 49,000. അതുപോലെ തന്നെ ഹായ് ഓൾ, ട്രേഡ് മാർക്സ് അക്കാദമിയുടെ ക്രിപ്റ്റോയുടെ വീക്ക്ലി അനാലിസിലേക്ക് ഏവർക്കും സ്വാഗതം. ഓൾറെഡി നിങ്ങൾക്ക് ഈ ഒരു വീക്ക് അല്ലെങ്കിൽ ഈ ഒരു മന്ത് നല്ലൊരു പെർഫോമൻസ് കാഴ്ചവെക്കാൻ സാധിച്ചെന്ന് ഞാൻ വിചാരിക്കുന്നു. ഓൾറെഡി നമുക്ക് ഈ ഒരു മന്ത് നല്ലൊരു മന്തായിരുന്നു. കാരണം നമുക്ക് നല്ല കുറേ ട്രേഡ്സ് കിട്ടി. നമ്മൾ ഏകദേശം ഈ പറയുന്ന മെയ് മാസം 12 കൺഫർമേഷൻ ട്രേഡ്സാണ് എടുത്തിരുന്നത്. അതിൽ 8 ട്രേഡ്സ് നമുക്ക് കൃത്യമായിട്ടുള്ള TP അടിച്ചു. 1:2.5 3 എബോ എന്ത് ചെയ്തു, നമുക്കൊരു 8 ട്രേഡ്സ് കളക്ട് ചെയ്യാൻ സാധിച്ചു, പ്രോഫിറ്റ് കളക്ട് ചെയ്യാൻ സാധിച്ചു. അതുപോലെ തന്നെ ഒരു 3 ട്രേഡ് നമുക്ക് SL അടിച്ചു. കൃത്യമായിട്ട് 3 ട്രേഡ് നമുക്ക് SL വന്നു. ഒരു ട്രേഡ് നമ്മൾ കോസ്റ്റ് ചോസിൽ ഇറങ്ങി. കാര്യം എന്ന് പറഞ്ഞാൽ അത് 1:1 പോയ ശേഷം തിരിച്ച് മാർക്കറ്റ് തിരിച്ച് വന്നപ്പോഴത്തേക്ക് നമ്മൾ എന്ത് ചെയ്തു, അത് കോസ്റ്റ് ചോസ്റ്റ് ബ്രേക്ക് ഇവനിൽ വെച്ചു. ഓൾറെഡി എന്ത് ചെയ്തു, നമുക്കത് കോസ്റ്റ് ചോസ്റ്റ് ഇറങ്ങാൻ സാധിച്ചു. അപ്പം ഈ ഒരു മന്ത് നമുക്ക് കുഴപ്പമില്ല, അത്യാവശ്യം നല്ലൊരു പ്രോഫിറ്റ് കളക്ട് ചെയ്യാൻ സാധിച്ചു. അപ്പോൾ ഓൾറെഡി നമ്മുടെ കമ്മ്യൂണിറ്റിയിലുള്ളവരൊക്കെ നമുക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു, ഓരോ ട്രേഡ്സുകൾ എടുത്തിട്ടുണ്ടെന്നും അതുപോലെ തന്നെ അവർക്ക് നല്ല പ്രോഫിറ്റ് ആണെന്നും മെസ്സേജ് ഓൾറെഡി നമുക്ക് വന്നിട്ടുണ്ടായിരുന്നു. അത് കേട്ടത് നല്ല സന്തോഷമുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും ഈ ഒരു വീക്കിലെ ട്രേഡ്സും നോക്കാം, അല്ലെങ്കിൽ ഈ ഒരു വീക്കിൽ നമുക്ക് ചാർട്ടിലേക്കൊന്ന് വരാം. മാർക്കറ്റ് ഇനി എന്താണ് സംഭവിക്കുക, അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് അനലൈസ് ചെയ്ത് നോക്കാം. അപ്പോൾ ഓൾറെഡി നമ്മൾ ഇടയ്ക്ക് ലൈവിൽ ഓൾറെഡി പറഞ്ഞിരുന്നു, മാർക്കറ്റ് ഇത്രയും നാൾ ഓൾറെഡി നിങ്ങൾ നോക്കിയാൽ മാർക്കറ്റ് എന്താ ഒരു ട്രെൻഡ് ലൈൻ സപ്പോർട്ട് എടുത്താണ് മാർക്കറ്റ് മൂവ് ചെയ്തുകൊണ്ടിരുന്നത്. ഈ കഴിഞ്ഞ വീക്ക് എന്ത് ചെയ്തു, മാർക്കറ്റ് ആ ഒരു ട്രെൻഡ് ലൈൻ ഓൾറെഡി ബ്രേക്ക് ചെയ്തു. ഓൾറെഡി നമുക്ക് ബിയറിഷ് വ്യൂ ആണ് ഓൾറെഡി മാർക്കറ്റ്. അപ്പോൾ നമ്മൾ ലിക്വിഡിറ്റി സോൺ ഓൾറെഡി നേരത്തെ മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു നമ്മൾ 59,000 മാർക്കറ്റ് ഓൾറെഡി പ്രതീക്ഷിക്കുന്നുണ്ടെന്ന് ഓൾറെഡി പറഞ്ഞിരുന്നു. മാർക്കറ്റ് കഴിഞ്ഞ ദിവസങ്ങളിൽ 59,200 റേഞ്ച് വരെ മാർക്കറ്റ് ഓൾറെഡി വന്നു. അവിടുത്തെ ലിക്വിഡിറ്റി സ്വീപ്പ് ചെയ്തതിന് ശേഷം മാർക്കറ്റ് ചെറിയൊരു പുൾ ബാക്ക് തന്നിട്ടുണ്ട്. പക്ഷേ അതിനകത്ത് മാർക്കറ്റ് മുകളിലേക്ക് പോകുന്നല്ല, ജസ്റ്റ് മാർക്കറ്റ് എന്ത് ചെയ്യുന്നു, ഒരു പുൾ ബാക്ക് തരുന്നു. ശേഷം മാർക്കറ്റ് നമ്മളിതാ ഈ രണ്ട് ലിക്വിഡിറ്റി സോണാണ് ഓൾറെഡി മാർക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത്, ഏകദേശം 49,000. അതുപോലെ തന്നെ 59,000-49,000 ഈ രണ്ട് റേഞ്ചാണ് നമ്മളിപ്പോൾ നിലവിൽ മാർക്ക് ചെയ്തിരിക്കുന്നത്. മാർക്കറ്റ് എന്ത് ചെയ്യും, അഗ്രസീവായിട്ട് ഇത് ഈ പറഞ്ഞ രണ്ട് ലിക്വിഡ് സോൺ ബ്രേക്ക് ചെയ്യുന്ന പ്രതീക്ഷയുണ്ട്. കാര്യം നിങ്ങൾ നോക്കിയേ, മാർക്കറ്റ് ഇവിടെ കറക്റ്റീവായിട്ടാണ് വീക്കിലി നോക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കും. മാർക്കറ്റ് ഇവിടെ കറക്റ്റീവായിട്ടാണ് ഓൾറെഡി മാർക്കറ്റ് ഈ ഒരു 83,000 വരെ മൂവ് ചെയ്തിരിക്കുന്നത്. അവിടെ നിങ്ങൾ നോക്കി മാർക്കറ്റ് അഗ്രസീവായിട്ട് എന്ത് ചെയ്തു, ഫോളായി. അപ്പോൾ അതിന് ഒറ്റ അർത്ഥം മാത്രമേ ഉള്ളൂ, ഇവിടെ കൺട്രോൾ ചെയ്യുന്നത് സെല്ലേഴ്സാണ്. മാർക്കറ്റ് എന്ത് ചെയ്യും, അഗ്രസീവായിട്ട് ബ്രേക്ക് ചെയ്യും. ഇപ്പം നിലവിൽ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് 49,000 വരെ വരുമെന്നാണ്. പക്ഷേ എന്നിരുന്നാലും മാർക്കറ്റ് അവിടെ കൊണ്ട് ഫോള് തീരും എന്ന് പ്രതീക്ഷിക്കുന്നില്ല. ഏകദേശം നമുക്ക് എന്ത് ചെയ്യാം, ഒരു 40,000 റേഞ്ചിനോടടുത്ത് നമുക്ക് മാർക്കറ്റിനെ പ്രതീക്ഷിക്കാം. ഓൾറെഡി നമുക്ക് അവിടെയൊക്കെ വരുമോ എന്നുള്ളത് നമുക്ക് കണ്ടറിയണം. അന്നേരത്തെ ട്രെൻഡ് അനുസരിച്ചായിരിക്കും നമ്മൾ ട്രേഡ്സ് നോക്കുന്നത്. നിലവിൽ നമ്മളിപ്പം എക്സ്പെക്റ്റ് ചെയ്യുന്നത് 49,000 പ്രതീക്ഷിക്കുന്നുണ്ട്. അതും ബ്രേക്ക് ചെയ്താൽ, ആ ഒരു സോണൂടെ ബ്രേക്ക് ചെയ്താൽ പിന്നെ മാർക്കറ്റിൽ 40,000 റേഞ്ചാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അപ്പം നമുക്ക് നോക്കാം മാർക്കറ്റ് എന്താണ്. ലൈവ് മാർക്കറ്റാണ്, 24/7 ആണ്, എപ്പോഴും എന്ത് സംഭവിക്കാം. അപ്പം നമുക്ക് എന്തായാലും നോക്കാം. നമ്മളെടുക്കുന്ന ട്രേഡ്സുകൾ ഇപ്പോൾ നമ്മുടെ വ്യൂ ബെയറിഷ് ആയതുകൊണ്ട് തന്നെ നമ്മളെടുക്കുന്ന ട്രേഡ്സുകളും ബെയറിഷ് മോഡിലേക്ക് തന്നെ ആയിരിക്കും നമ്മൾ നോക്കുന്നത്. ഇതാണ് ഈ ഒരു വീക്കിൽ സംഭവിച്ച കാര്യങ്ങൾ. അപ്പോൾ ഇനി സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങൾ നമ്മളോട് പറഞ്ഞത്, ഈ രണ്ട് റേഞ്ച് നമ്മൾ എന്ത് ചെയ്യുന്നു, എക്സ്പെക്റ്റ് ചെയ്യുന്നു. ഇവിടത്തേക്ക് നമ്മൾ നല്ല എൻട്രി സോണിൽ എന്ത് ചെയ്യും, നമ്മൾ ട്രേഡ്സ് പ്ലാൻ ചെയ്യും. നമ്മുടെ ട്രേഡ്സുകൾ ഓൾറെഡി ടെലഗ്രാം ഗ്രൂപ്പ്സിലും അതുപോലെ തന്നെ നമ്മുടെ വാട്സപ്പ് കമ്മ്യൂണിറ്റികളിലും നമ്മൾ ഷെയർ ചെയ്യുന്നതാണ്. നിങ്ങൾക്ക് നമ്മുടെ ഗ്രൂപ്പിൽ ഫ്രീ ആയിട്ട് ആക്സസ് ചെയ്യാം. നമ്മുടെ റെഫറലിൽ നിങ്ങൾ അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഗ്രൂപ്പുകൾ നിങ്ങളെ ജോയിൻ ചെയ്യിക്കുന്നതാണ്. ഞങ്ങളെടുക്കുന്ന ട്രേഡ്സ് നിങ്ങൾക്കും എടുക്കാം. അതുപോലെ തന്നെ നിങ്ങളുടെ ഡൗട്ട്സുകൾ അല്ലെങ്കിൽ നിങ്ങളുടെ സംശയങ്ങൾ നമുക്ക് മെസ്സേജ് അയച്ചാൽ നമ്മളത് ഓൾറെഡി ക്ലിയർ ചെയ്യുന്നതുമാണ്. അപ്പോൾ ഇനി മറ്റൊരു വീക്കിലി അനാലിസുമായി നമുക്ക് നെക്സ്റ്റ് വീക്ക് കാണാം. അതുപോലെ തന്നെ ഡെയിലി അനാലിസുമായി നമുക്ക് മൺഡേയിലും കാണാം. ബൈ ബൈ ഓൾ.